സോഷ്യൽ മീഡിയയിലൂടെയും ചില ന്യൂസ് ചാനലുകളിലൂടെയും പ്രചരിക്കുന്ന UPIയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വളരെ വിചിത്രമാണ്. ഒരു മാസം 20 പണമിടപാട് മാത്രമേ UPI വഴി ഇനി ഒരാൾക്ക് സാധിക്കുകയുള്ളൂ എന്നും പണമിടപാടിന് ഫീസ് ഈടാക്കുമെന്നും UPIയിലെ മറ്റ് സേവനങ്ങൾക്കുള്ള പരിമിതികളും ആണ് പ്രചരിക്കുന്നത്. എന്നാൽ സത്യം മറ്റൊന്നാണ്. UPIയിൽ സർക്കാർ വരുത്തിയിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കുകയും UPI സംബന്ധമായ എല്ലാ സംശയങ്ങളും ഈ വീഡിയോയിലൂടെ മാറ്റുകയും ചെയ്യാം. വാർത്തകൾ തെറ്റായി ഗ്രഹിച്ചാൽ അത് പേടിയും അനാവശ്യ ആശങ്കകളും ഉണ്ടാക്കും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കേട്ട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്ന മേഖല നിങ്ങളെ ബാധിക്കുന്നതാണോ അതോ ബാധിക്കില്ലാത്തതാണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. വാട്സാപ്പ് മെസ്സേജുകളിലും TV വാർത്തകളിലും വരുന്ന തലക്കെട്ടുകളാണ് ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്. UPI പണമിടപാട് 20ആയി ചുരുക്കിയിരിക്കുന്നു, UPI പണമിടപാടിന് ചാർജുകൾ ഈടാക്കുന്നുവെന്നും അടുത്ത മാസം മുതൽ സൗജന്യ പണമിടപാട് നടക്കില്ല എന്നും ഒക്കെയാണ് തലക്കെട്ടുകൾ കാണുമ്പോൾ ഞെട്ടിപ്പോകും. പക്ഷേ വാസ്തവമായ കാര്യം ഒളിച്ചു വയ്ക്കുകയാണ്. RBIയുടെ ചില നിർദ്ദേശങ്ങൾ ഇവർ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്.